കഴിഞ്ഞ 9-ാം തീയതി രാത്രി 7:30-ക്ക് ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുകയുണ്ടായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആലയിലുള്ള വീട്ടിലേക്ക് പോകുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വരാൻ നേരം വൈകിയെന്നുള്ള തുടർന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ചോദ്യം ചെയ്യുകയുണ്ടായി. ഞാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം ചോദിച്ച്, അങ്ങനെ ചോദിക്കല്ല, പെട്ടെന്നൊരു ആക്രമണമാണ് ഉണ്ടായത്. അപ്പം എന്നെ ഉപദ്രവിക്കണ്ടായിരുന്നു. മുഖത്തടിച്ച്, മുടി പിടിച്ച് വലിച്ച് മർദ്ദിച്ച്, ഭിത്തിയിലടിക്കാൻ ശ്രമിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് 108 വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആംബുലൻസ് വിളിച്ച് ഞാൻ എൻ്റെ ചെറിയ മോനെയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ആളുടെ ഹസ്ബൻഡിൻ്റെ പാർട്ടിയിലുള്ള പ്രവർത്തകനുണ്ടായിരുന്നു. ഡോക്ടറും ഒരു ഒരു മാനസിക പരിഗണന ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മുടെ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് താലൂക്ക് ആസ്പത്രിയിലാണ് പോയത്. ഡോക്ടർ അഭിരാം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മതിലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു മീഡിയയുടെ മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളല്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങളും പരാതികളോ ഒന്നും ഇല്ലാത്തൊരാളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വീട്ടിൽ നടന്നൊരു സംഭവത്തിൽ ഞാനും എൻ്റെ കുട്ടികളും ഹസ്ബൻഡും മാത്രമേ ആ വീട്ടിലുണ്ടായിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് പ്രൈവസി സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും പുറത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. FIR പോയതിനെ തുടർന്നാണ് മീഡിയയിലെല്ലാവരും അവിടെ നിന്ന് ലീക്കായതിനെ തുടർന്നാണ് മീഡിയയിൽ ന്യൂസ് വന്നിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളും ഹസ്ബൻഡ് അല്ലാണ്ട് വേറെ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ഒരു പാർട്ടി മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കണില്ല. പിന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എന്തുകൊണ്ട് ആൾക്കാരിങ്ങനെ ആളത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇടുന്നു എന്ന് അതെനിക്കൊന്ന് പറയണമെന്നുണ്ട്. അതിനെപ്പറ്റി ഇതുപോലെയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഉപദ്രവിക്കാറുള്ള പതിവൊക്കെ ഉണ്ട് ആൾക്ക്. ഇല്ലില്ല, പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പലതവണ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയും പിന്നെ കുട്ടികളുടെ ഭാവിയൊക്കെ ഓർത്ത് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പൈസയുടെ പ്രശ്നങ്ങളൊന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളാണ്. അത് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതൽ ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്നത്. ഇല്ല, ആൾ ഇതുവരെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത്ര നേരമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവും. ഉത്തരങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അല്ലേ? നമ്മൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ആ ചോദ്യങ്ങൾക്കും അതിന് ഉത്തരവും വേണം. അത് ഉത്തരം കേൾക്കാതെ മർദ്ദിക്കുക എന്നുള്ളത് ഒരു നല്ല നിലപാടല്ല. ഞാനിനി ആ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കണില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതെ.